എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഗസ്റ്റ് വരുമ്പോഴും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. ഉണ്ടാക്കാൻ നല്ല ഈസിയും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 150 ml കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡയല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ട തൈര്, അധികം പുളിയില്ലാതെ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു തൈര് വെച്ചിട്ടാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂണോളം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ വിചാരിക്കും തൈര് ചേർത്താൽ ഇതുണ്ടാക്കി കഴിയുമ്പോൾ പുളിക്കൂലെന്ന്. ഒട്ടും പുളിയൊന്നും ഉണ്ടാവില്ല. നമ്മളിതിൽ തൈര് ചേർത്തെന്ന് നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവും. അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. വേറെ തൈരൊന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല. ആ ഒരു 1/4 കപ്പ് തൈര് കൊണ്ടാണ് ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം 20 മിനിറ്റോളം അടിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടും. അങ്ങനെ ഇതാ 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാവ് അടച്ച് വെച്ചിട്ട് ഇപ്പം നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൗണ്ടർ ടോപ്പുമ്മലേക്ക് അല്പം മൈദ തൂക്കിയതിന് ശേഷം ഈ ഒരു മാവ് എടുത്തിട്ട് അതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതാ കൈവച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നടുവിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഒന്നുകിൽ ഇതുപോലെ ചെയ്തെടുക്കുക, കട്ട് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് ഉരുട്ടിയെടുക്കില്ല, ആ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം മാറ്റി വെക്കുക. ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പം കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദ തൂക്കിയിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത മാവിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഒരുപാട് കനം കുറച്ചിട്ടല്ല പരത്തിയെടുക്കുന്നത്, ചെറിയൊരു തിക്നെസ്സിലാണ്. നമ്മൾ പൂരിക്ക് എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ അട്ടിക്ക് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ ഇത് മുങ്ങിപ്പൊരിയാൻ ആവശ്യമുള്ളത്ര ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കണം ഓയിൽ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ച അപ്പത്തിൽ നിന്നും ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇതാ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങുമ്പോൾ ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അന്നേരം ഇതാ ഇതുപോലെ നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പൂരി എങ്ങനെയാണോ പൊരിച്ചു കോരുന്നത് അതുപോലെ തന്നെ പൊരിച്ചു കോരിയാൽ മതി. എന്നിട്ട് ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ മറിച്ചിട്ട ഭാഗവും കൂടി ഇതുപോലെ ഒന്ന് കളറ് മാറിയതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ പൊരിച്ചു കോരാം. ഉണ്ടാക്കാൻ നല്ല ഈസിയും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു അപ്പം. പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അപ്പം കൂടിയാണ്.
എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഗസ്റ്റ് വരുമ്പോഴും എല്ലാം ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കൂടെ ഞാൻ നല്ലൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയത്. മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളി ടേസ്റ്റാണിത്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.